കൊമ്പ് കുത്തിയ റോസ് അല്ലെങ്കിൽ ഓൺലൈൻ വാങ്ങിച്ച റോസ് പിടിപ്പിച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്തൊക്കെ കെയറാണ് റോസിന് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. റോസ് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതുമ്മേ പുതിയ തളിർപ്പുകൾ വരും. ആ സമയത്താണ് റോസുമ്മേ പ്രാണികളുടെ ആക്രമണം കൂടുതലുണ്ടാവുക. അതിന് കാരണങ്ങളുണ്ട്, അതും നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ഈ പിടിച്ച് കിട്ടുന്ന സമയത്ത്, അതായത് പുതിയ തളിർപ്പുകൾ വരുന്ന സമയത്ത് അവരെ മറ്റുള്ള പ്രാണികളുടെ ആക്രമണം അല്ലെങ്കിൽ ബാക്കി ഇൻസെക്ട്സ്, ചെറിയ പ്രാണികൾ, ഫംഗസ്, ബാക്ടീരിയ ഇതിനൊക്കെ കൂടുതൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ പ്രത്യേകം കെയർ ചെയ്യണം. അതായത് നമ്മൾ എന്തെങ്കിലും ഓർഗാനിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കെമിക്കലോ ആയിട്ടുള്ള ഫംഗിസൈഡ് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പ്രത്യേകിച്ചും അടിച്ചു കൊടുക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ റോസ് വളരുന്ന സമയത്ത് അതിന് പുതിയ തളിർപ്പുകൾ വരുമ്പോൾ അതിൽ നൈട്രജൻ വലിച്ചെടുക്കുന്നതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഈ തളിർപ്പുകളിലുള്ള ഷുഗറി കണ്ടൻറ്റ്, അതുപോലെ തന്നെ വാട്ടറി കണ്ടൻറ്റ് ഇതൊക്കെ കൂടും. അപ്പോൾ ഈ പഞ്ചസാരയുടെ അളവ് കൂടുക, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലുള്ള ടിഷ്യൂ ഒക്കെ ആകുമ്പോൾ ആ പ്രാണികൾക്കത് കഴിക്കാനായിട്ട് എളുപ്പമാണ്. മാത്രമല്ല ഇനീഷ്യൽ സ്റ്റേജ്, അതായത് മുളച്ച് വരുന്ന സ്റ്റേജായ കാരണം കൊണ്ട് അതിന് പ്രതിരോധ ശക്തി കുറവായിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാത്ത ആൾക്കാരെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ അവരുടെ ഇലകളൊക്കെ ശ്രദ്ധിച്ചറിയാം, മൂത്ത ഇലയേക്കാളും വളരെ നേർത്തതായിരിക്കും തളിരിലകൾ. അപ്പോൾ അവർക്കത് കഴിക്കാനും എളുപ്പമാണ്. അപ്പോൾ പ്രതിരോധ ശക്തി ഇല്ലാത്ത എങ്കിൽ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള വാട്ടറി കണ്ടൻറ്റ്, ഷുഗറി കണ്ടൻറ്റൊക്കെ കൂടുതലുള്ള ഇലകൾ തിന്നാൻ പ്രാണികൾക്കും ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ പ്രാണികളുടെ ആക്രമണം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ റോസ് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇനി ഇവരെ തടയാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ നമുക്കൊന്നെങ്കിൽ ചെറിയ ചെടികളാണെങ്കിൽ അവരെ കവറിട്ട് കെട്ടിയിട്ട് മറ്റുള്ള പുറത്തുനിന്നുള്ള പ്രാണികളും ബാക്കി ചെറിയ ഫംഗസ്, ബാക്ടീരിയ ഒക്കെ കയറാതെ നമുക്ക് രക്ഷിച്ചെടുക്കാം. വലിയതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫംഗിസൈഡ്സ്, അത് കെമിക്കലാണോ ഓർഗാനിക്കലാണോ ഏതാണോ നമ്മൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഫംഗിസൈഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വേപ്പെണ്ണ മിശ്രിതം നമുക്ക് കലക്കി തെളിച്ചു കൊടുക്കാം. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ കറക്റ്റായിട്ട് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ, നൈട്രജൻ വളങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കാത്ത സ്ലോലി റിലീസ് ചെയ്യണ എന്തെങ്കിലുമൊക്കെ നൈട്രജൻ വളങ്ങൾ നമ്മൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് പൊട്ടാസ്യം, കാൽസ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. പൊട്ടാസ്യം, കാൽസ്യമൊക്കെ ചെടികളിൽ സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ പുതിയ സെൽസ് സ്ട്രോങ് ആയിട്ട് വളരാനും സഹായിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നൈട്രജൻ വളങ്ങൾ മാത്രം കൊടുക്കാതെ, അല്ലെങ്കിൽ നൈട്രജൻ വളങ്ങൾ കൂടുതൽ കൊടുക്കാതെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പാർട്ട് 1 നമ്മൾ പോട്ടി മിക്സിൽ അധികം വളങ്ങളൊന്നും ചേർക്കാതെയാണ് നമ്മൾ റോസ് വെച്ചിരുന്നത്. പക്ഷേ നമ്മൾ ചേർക്കുന്ന മണ്ണും മണലുമായിട്ടുള്ള പോട്ടി മിക്സിൽ തന്നെ നമ്മൾക്ക് റോസിന് സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസിൽ അതിലടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് വലിച്ചെടുത്തിട്ട് അത് വളർന്നോളും. അപ്പോൾ അതിലേക്ക് അധികം നൈട്രജൻ കണ്ടൻറ്റ് ഉള്ളതോ അല്ലെങ്കിൽ മറ്റുള്ള വളങ്ങളോ അധികം ചേർത്തിട്ട് അതിന് സ്ട്രെസ് കൊടുക്കാതെ ചെറിയ രീതിയിൽ മാത്രം വേണമെങ്കിൽ എന്തെങ്കിലും സ്ലറികളൊക്കെ ചെറിയ രീതിയിൽ കൊടുത്തിട്ട് വേണം നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജ് വളർത്തിയെടുക്കാനായിട്ട്. അപ്പോൾ റോസിൻ്റെ കാര്യത്തിൽ നൈട്രജൻ്റെ അളവ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നൈട്രജൻ്റെ അളവ് കൂടുമ്പോഴാണ് ഈ റോസിൻ്റെ ഇലകളിലുള്ള, മാത്രമല്ല നൈട്രജൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇലകളുടെ കളറിൽ വരെ ആ ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ പ്രാണികളെ ആകർഷിക്കുന്നത് അതിൻ്റെ കളറും ഇതൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ആ കളറിലുള്ള ഡിഫറൻസ് വരുമ്പോൾ തന്നെ അതുമേലേക്ക് പ്രാണികൾ ആകർഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നൈട്രജൻ്റെ കാര്യത്തിൽ റോസ് വെച്ചതിന് ശേഷം വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നൈട്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊട്ടാസ്യം, കാൽസ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ തളിരിലകൾ വരുമ്പോൾ അവർക്കുള്ള പ്രതിരോധ ശക്തി ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവരെ ആക്രമിക്കുന്നത്. അപ്പോൾ ഈ പൊട്ടാസ്യം, കാൽസ്യം ഒക്കെ ആ ഒരു കുറവ് നികത്താനായിട്ട് കൂടുതൽ പ്ലാന്റ്സിനെ സഹായിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് വരുന്നതിന് മുൻപ് തന്നെ എടുക്കുക, അത് റെഗുലറായിട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു പ്ലാന്റ് ഒരു മെച്ചുവേർഡ് ആയി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടി എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം വേണം നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മളുടെ വിശേഷങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങളാരും അത് മറന്നു പോകരുത്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാനും മറക്കരുത്.
ഏതെങ്കിലും കേടുവന്നതിന് ശേഷം പരിഹാരം തേടി പോകുന്നതിനേക്കാളും നല്ലത് ഹെൽത്തി പ്ലാന്റ്സിന് റെഗുലർ ഇൻ്റർവെൽസിൽ പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്.